ഹലോ, നിങ്ങൾക്കറിയാമോ, വിവിധ വഴികളിലൂടെ വരുമാനം നിങ്ങൾക്ക് വരുവാൻ, നിങ്ങൾക്കൊരു നല്ല സാമ്പത്തിക സമൃദ്ധിയിലേക്ക് വരുവാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. കുറുക്ക് വഴികളല്ല, ശരിയായ വഴികൾ. പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിന് പോലും മെനക്കെടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളിത് മറന്നേക്കുക. നിങ്ങളുടെ ചിന്താഗതി മാറാതെ നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു നല്ല സമൃദ്ധിയിലേക്ക് വരുവാൻ സാധ്യമല്ല. നിങ്ങളുടെ ചിന്താഗതി മാറാതെ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പുരോഗതിയും വരുവാൻ സാധ്യമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് നാളെ വ്യത്യസ്തമായ ഒരു റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ എത്രയോ മൗഢ്യമാണ്. വ്യത്യസ്തമായി ചെയ്യാതെ വ്യത്യസ്തമായ റിസൾട്ട് വരികയില്ല. അപ്പോൾ വ്യത്യസ്തമായി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാറണം. നമ്മളെല്ലാം ഒരു കൂലിപ്പണിക്കാരൻ്റെ മനോഭാവത്തിലാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. ഒരു കൂലി കിട്ടുക, സ്ഥിരമായ ഒരു പണി ചെയ്ത് ഒരു കൂലി കിട്ടാൻ സാധിച്ചാൽ വലിയ നേട്ടമായിട്ടാണ് കരുതിയിരുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും ആ മനോഭാവം ഇരിക്കുന്നത്. അതുള്ളിടത്തോളം കാലം എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരു പണി തന്നാൽ മതി എന്നുള്ള ഒരു പ്യൂൺ ജോലിയെങ്കിലും തന്നാൽ മതി, സ്ഥിരമായിട്ട് എന്നാങ്കിലും ആഹാരം കഴിക്കാൻ ഉള്ള ഒരു വരുമാനം കിട്ടുമല്ലോ എന്നുള്ള ചിന്ത മാറാതെ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് വരുവാൻ സാധ്യമല്ല. അപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് മാനസികമായ മാറ്റം അത്യന്താപേക്ഷിതമാണ്. അതിന് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് ശരിയായ ചിന്തകൾ അത്യന്താപേക്ഷിതമാണ്. ശരിയായ മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ആകർഷകമായ സ്വഭാവം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണെങ്കിൽ അളവറ്റ ലിമിറ്റ്ലെസ്സായിട്ട് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയുള്ള വരുമാനം നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ മക്കൾക്ക് കരഗതമാകുവാൻ സാധിക്കും. അപ്പോൾ സാമ്പത്തികമായ ഒരു സമൃദ്ധി നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നല്ലൊരു ആഹാരം മേടിച്ച് കഴിക്കാൻ, നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ലൊരു ആഹാരം മേടിച്ച് കഴിക്കാൻ, ഫലങ്ങൾ വാങ്ങിക്കഴിക്കാൻ, അതൊക്കെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. നല്ല പച്ചക്കറികൾ വാങ്ങിക്കഴിക്കാൻ, ഒരു കടയിൽ ചെന്നിട്ട് വില നോക്കി പല സാധനങ്ങളും മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു ഗതികേട്, അതല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നല്ല സാധനങ്ങൾ തിരഞ്ഞെടുക്കുക, വില നോക്കാതെ. അങ്ങനെ കഴിക്കുന്നതാണ് ശരിയായ ഒരു ജീവിത രീതി. അതിനുവേണ്ടി ഒരു വഴി ആണ് സാമ്പത്തികമായ ഒരു സമൃദ്ധി എന്ന് പറയുന്നത്. അതിനുള്ള വഴി നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ കൊള്ളാവുന്ന ഒരാളായി തീരുക എന്നുള്ളതാണ്. ഒന്നിനും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളെന്ന് പറയുന്ന, ഒരു പണിയും ചെയ്യാൻ അറിയാനും മേല, ഒരു ജനയ്ക്ക് മനസ്സുമില്ലാത്ത ഒരാൾ ഇതെല്ലാം വരുമെന്ന് കരുതിയാൽ നടക്കുമോ? അഥവാ അവരുടെ കാരണവന്മാരായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനായിട്ട് അത് തകർത്ത് നശിപ്പിച്ച് കളയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവനായിട്ട് അത് മുടിച്ച് കളഞ്ഞ് ഇവൻ വീണ്ടും പട്ടിണിക്കാരനായി മാറും. കാരണം ഇവൻ്റെ സ്വഭാവത്തിൻ്റെയാണ്. അപ്പോൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നല്ല കൃത്യമായിട്ട് കണിശമായി ചെയ്ത് തികച്ച് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട്, ഒരു ചെറിയ കാര്യമായിരിക്കും, ഒരു മിറ്റടിക്കുന്ന കാര്യമായിരിക്കാം, പെർഫെക്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നവനാണ് വലിയ കാര്യം ഏൽപ്പിക്കുന്നത്. അല്ലാതെ ഏറ്റവും ചെറുത് പോലും ചെയ്യാൻ അറിയാനും മേല അത് മനസ്സുമില്ലാത്തവൻ എന്നാ കിട്ടുന്നു? അവന് പിന്നെ പിച്ചക്കാരനായിട്ട് തെണ്ടി നടക്കുക, അല്ലെങ്കിൽ ധർമ്മം ചോദിക്കാനും ഉള്ള ഒരു ഗതികേടിലേക്ക് വരേണ്ടി വരുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യനും അവൻ്റെ ഉള്ളിൽ ദൈവം പൊട്ടൻഷ്യൽ വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ വികസിപ്പിക്കാതെ ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ പാട്ട് പാടാൻ കഴിവ് കൊടുത്തു, അവൻ എന്ത് ചെയ്താൽ പാടിയില്ലെങ്കിൽ, അപ്പോൾ അവന് പാട്ട് വികസിപ്പിക്കാൻ വേണ്ടി അവൻ പാടുകയോ പാട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാനായിട്ട് ആവശ്യമായത് അവൻ ചെയ്തില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് പാട്ട് പാടിയതിൽ വരുമാനം കിട്ടും? അല്ലേ ജോലി ചെയ്യാൻ, ശരീരം കൊണ്ട് അധ്വാനിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. അവൻ ശരീരവും ബുദ്ധിയും ഉപയോഗിച്ച് ആവശ്യമായ അവൻ്റെ യത്നങ്ങൾ നടത്തിയില്ലെങ്കിൽ അങ്ങനെ വരുമാനം കിട്ടും? അപ്പോൾ കഠിനാധ്വാനിയുടെ കൈ സമ്പത്തുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും സമ്പത്തുണ്ടാകണം. കാരണം നല്ല ഹൃദയമുള്ളവൻ, നന്മ ചെയ്യുന്നവനും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഏത് പ്രായമാണെങ്കിലും ഇനി നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുവാൻ സാധിക്കും. നിങ്ങളുടെ മനോഭാവത്തിന് മാറ്റം വരുത്താൻ സാധിക്കും, ചിന്താഗതികൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. 60 കഴിഞ്ഞായിരിക്കും, കുഴപ്പമില്ല. നിങ്ങൾക്കൊരു വലിയ നല്ല മനോഹരമായൊരു ജീവിതമുണ്ട്. ഇങ്ങനെ നരകിച്ചും പട്ടിണിയും ഞെരുക്കവുമായിട്ട് വലഞ്ഞ് മരിച്ചു പോകേണ്ട കാര്യമില്ല. പുതിയ ഒരു ജീവിതത്തിലേക്ക്, ഒരു ആവശ്യകരമായ ജീവിതത്തിലേക്ക് വരുവാൻ സാധിക്കും. ഇന്ന് മുതൽ നിങ്ങൾക്ക് വിത്തുകൾ വിതയ്ക്കാൻ സാധിക്കും. അങ്ങനെ വിത്തുകൾ വിതച്ചാൽ
നാളെ കൊയ്ത്ത് വരും. ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഒരു കാര്യവും ചെയ്യാൻ മനസ്സില്ലെങ്കിൽ ശരീരം എങ്ങനെ മെച്ചപ്പെടുമെന്നാണ് പറയുന്നത്. അതേസമയത്ത് നിങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമായ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ശരീര ആരോഗ്യം ലഭിക്കും. അതുപോലെ നിങ്ങൾക്കുള്ള സ്ഥലത്ത് നിങ്ങൾ വിത്ത് വിതയ്ക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് പ്രയോജനം കൊയ്ത്ത് കിട്ടും. ഒരു മാവ് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് വർഷാവർഷങ്ങൾ മാങ്ങാപ്പഴം, ചിലപ്പോൾ അത് 1000കണക്കിന് മാങ്ങ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ 50 മാങ്ങയായിരിക്കും. എന്നാലെന്താ, അയാളുടെ ജീവിതകാലം മുഴുവൻ അതിൽ നിന്നും ഓരോ വർഷവും കുറേയെങ്കിലും മാങ്ങാപ്പഴങ്ങൾ കിട്ടുന്നത്. അയാൾ ഉറങ്ങുകയും തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. അതാണ് നമ്മൾ വിത്ത് വിതയ്ക്കാനുള്ള ഗുണം. എല്ലാ മേഖലയിലും നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തു കഴിയുമ്പോൾ വരുമാനം, നമ്മൾ ജോലി ചെയ്യാതെ തന്നെ വരുമാനം വരുന്ന പല വഴികളുണ്ട്. കാരണം നമ്മൾ ഒരിക്കൽ വിതച്ചാൽ പിന്നെ അതിൻ്റെ കൊയ്ത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കും, പല രീതിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ ഓൺലൈൻ മേഖലയിൽ അനേക വരുമാന സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആ വിത്ത് വിതയ്ക്കാത്തവന് കൊയ്ത്തില്ല. ആ വിത്തിൻ്റെ കാശ് പോകുമല്ലോ, എന്നാൽ ആ കാശ് പെട്ടി വെച്ചേക്കാമെന്ന് പറയുന്നവൻ ഒരു കാലത്തും ആ കാശുമായിട്ട് ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് കാലത്തൊക്കെ ആളുകൾ, കർണവന്മാർ ഇതുപോലെ മഴക്കാലത്ത് അവർക്ക് ആഹാരം വയറുനിറച്ച് കഴിക്കാനില്ല. ആ സമയത്തും അവർ പത്തായത്തിൽ വിത്തിട്ടിട്ടുണ്ട്. ആ വിത്തെടുത്ത് കുത്തുകയില്ല. കാരണം വിത്തെടുത്ത് കുത്തി കഞ്ഞി വെച്ചാൽ പിന്നെ അവർക്കൊന്നുമില്ല. അതുകൊണ്ട് വിത്ത് കുത്തിയില്ല. അതുകൊണ്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ കട്ടൻ കാപ്പി അല്ലയോ കാപ്പിത്തൊണ്ട് തിളപ്പിച്ചും അതിനകത്ത് എന്തെങ്കിലും ശർക്കര ഉണ്ടെങ്കിൽ അത് കിട്ടിയാൽ അത് കൊടുത്തും അത് ഇട്ടും തിളപ്പിച്ച് കുടിക്കുകയും, അല്ലെങ്കിൽ പന കുറുക്കുകയും, അല്ലെങ്കിൽ വല്ല ചക്ക കിട്ടുവാണെങ്കിൽ അത് കഴിച്ചും ഒക്കെയും മഴക്കാലം ജീവിച്ച് പോകുന്നതാണ്. പിന്നീട് അവർക്കൊരു നല്ല കാലം വരുന്നത് ആ ഓണത്തിൻ്റെ സമയത്താണ്, കൊയ്ത്ത് വരുമ്പോഴാണ്. കൊയ്ത്തിന് പോവും, പണി ചെയ്ത് അന്നേരം അവർക്ക് പുന്നെല്ല്, ആ നെല്ല് വരുന്നു, ആ നെല്ല് കൊയ്ത് അവർക്ക് സമൃദ്ധിയായി വയറുനിറച്ച് ഉണ്ണാനുണ്ടാകും. അതാണ് ഓണത്തിൻ്റെ ആഘോഷം. അപ്പോൾ നിങ്ങൾക്ക് പലതും പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ശരീരം കൊണ്ട് ശരിക്കും അധ്വാനിക്കാൻ സാധിക്കും. നിങ്ങൾ ശരീരം അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ മല്ലം പണിക്ക് പോകുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാൻ സാധിക്കും, അത്യാവശ്യം ജോലി ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് വിത്ത് വിതയ്ക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് പലതും പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇന്ന് ഓൺലൈനിൻ്റെ കാലഘട്ടമാണ്. ഓൺലൈനിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് തന്നെ. അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. താല്പര്യമുണ്ടോ? ഈ നമ്പറിൽ, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 മാസം ഇരുന്ന് പഠിക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് തരികയാണ്. 1 മാസത്തെ കോഴ്സാണ്. അത് ഒരു മാസം കൂടെ പഠിക്കാനായിട്ട് അവസരം കിട്ടുകയാണ്. അല്ല, ഒരു ചാൻസ് കൂടെ കിട്ടുകയാണ്. അത് മാത്രമല്ല, ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ പണമടച്ച വെറും 4000 രൂപ. ആ പണം അടച്ചാൽ അന്നേരം മുതൽ നിങ്ങൾക്ക് ഈ എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ആ മെറ്റീരിയൽസ് മുഴുവൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് എല്ലാവരും ഇത് പഠിക്കാം, പിന്നീടും ഇത് ഉപയോഗിക്കാം, എപ്പോഴും ഉപയോഗിക്കാം. കൂടാതെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇന്ന് നിങ്ങൾ ഈ വിത്ത് വിതയ്ക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എങ്ങനെ കൊയ്ത്ത് വരും? ഓൺലൈനായിട്ട് ഒരു കാര്യം ചെയ്ത് സ്ഥിരമായ വരുമാനങ്ങൾ നേടുവാനുള്ളൊരു സാധ്യത നിങ്ങൾ ഇന്ന് ആ വിത്ത് വിതച്ച് ഇന്ന് അത് പഠിച്ചില്ലെങ്കിൽ എങ്ങനെ ഓടും? അത് എല്ലാവരെയും പറ്റിയല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ മക്കൾക്ക് ഇടുക, ആ മക്കൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. എന്തെല്ലാം സാധ്യതകളുണ്ട്. നിങ്ങൾക്കൊരു ഉൽപ്പന്നം ഉണ്ടാക്കി അതൊരു പരസ്യം കൊടുക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചൂല് കിട്ടി അതിന് നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ ഈ ഓൺലൈനിൽ ഇത് അറിയാമെങ്കിൽ സാധിക്കും. അത് വലിയ പൈസ മുടക്കാതെ പരസ്യം കൊടുക്കുന്ന വഴികളെ എല്ലാം പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിവിധമായ വരുമാനങ്ങൾ, ഒരു കൂലിപ്പണി ചെയ്ത് രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണിയും പണി ചെയ്തിട്ട് ഒരു ചെറിയ കൂലി മേടിച്ച് ഒരു കൊല്ലം കഴിയുമ്പം ഒരു 50 രൂപ കൂട്ടി തരാമോ എന്ന് ഗതികേടോടുകൂടി ചോദിക്കേണ്ട, അല്ലെ ഒരു 25 രൂപ കൂട്ടി തരാമോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയല്ല. അപ്പോൾ അത് ചിലപ്പോൾ ചോദിച്ചാലും കിട്ടിയെന്ന് വരികയില്ല. മറ്റേത് അതല്ല, ഒരു ദിവസം 25 അല്ല, 250 അല്ല, 2500 അല്ല, 25000 രൂപയുടെ വരെയും വരുമാനങ്ങൾ വിവിധ സ്രോതസ്സുകളിലൂടെ വരാൻ സാധിക്കും. അതിന് നിങ്ങളെ തന്നെ ഒന്ന് പരുവപ്പെടുത്താൻ തയ്യാറാണ്, പഠിക്കാൻ തയ്യാറാണ്, ഒരുങ്ങാൻ തയ്യാറാകണം, വിത്ത് വിതയ്ക്കാൻ തയ്യാറാകണം, മാനസികമായി
പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങണം. അല്ലാതെ നെഗറ്റീവായ ചിന്തകളും വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് നല്ല കാലം വരികയല്ല, എനിക്കിപ്പോൾ കഷ്ടകാലമാണെന്നും എനിക്ക് ഇന്ന വരെ ആയുസുള്ളെന്നും എനിക്ക് ഇന്ന ഒന്നും അനർത്ഥം വന്ന് ഭവിക്കുമെന്നും എൻ്റെ കാര്യം പോക്കാണെന്നും ഒക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും. അതൊന്നും ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ ചിന്തയിലുള്ള വൈകല്യം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിയായ ചിന്തകൾ ചിന്തിക്കുക. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. എത്ര വയസ്സായി? ഇതുവരെയുള്ള സമയം പൊക്കോട്ടെ. ഇനി നിങ്ങൾക്ക് വരുമാനങ്ങൾ നേടുവാൻ സാധിക്കും, തീർച്ച. നിങ്ങളത് പഠിക്കുക. നിങ്ങൾ ഊർജ്ജസ്വലരായി പഠിക്കുവാൻ കഷ്ടപ്പെടുവാൻ തയ്യാറാകുക. നിങ്ങളുടെ മക്കളെയും ആ വഴി പഠിപ്പിക്കുക. അൺലിമിറ്റഡായ വരുമാന സ്രോതസ്സുകൾ, പല വഴികളിലൂടെയുള്ള വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് വരുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വന്നാൽ എന്താ ഗുണം? നിങ്ങൾക്ക് ഞെരുങ്ങിയും കരഞ്ഞും ജീവിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾ സമൃദ്ധിയായി നടക്കാൻ സാധിക്കും. മാത്രമല്ല അനേകർക്ക് നിങ്ങൾക്ക് സഹായിക്കുവാൻ സാധിക്കും. നിങ്ങളൊരു സംരംഭം തുടങ്ങിയാൽ അനേകർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇനി നിങ്ങൾ സംരംഭം തുടങ്ങിയില്ലെങ്കിലും അനേകരെ സഹായിക്കാൻ സാധിക്കും. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള അനേകം ജീവിത പരിവർത്തനം വരുത്തുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.